Hello, welcome back. I am Binod James. In last class, we studied the topic sums. ഇന്ന് സമ്മിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയ ചില ഫോർമുല ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര അപ് ടു n is given by the formula n into n plus 1 divided by 2. Sum of first n natural numbers. You have to keep in mind that this sum must be of consecutive natural number. തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ സം ആയിരിക്കും. n into n plus 1 by 2. ഇവിടെ n എന്തായിരിക്കും? n is the last natural number added. നമ്മൾ ആഡ് ചെയ്യുന്ന ലാസ്റ്റ് നാച്ചുറൽ നമ്പർ ആയിരിക്കും n. ഇപ്പോൾ 1 തൊട്ട് 100 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് ആണ് ആഡ് ചെയ്യേണ്ടതെങ്കിൽ n 100 ആയിരിക്കും അല്ലേ? അതായത് ലാസ്റ്റ് നാച്ചുറൽ നമ്പർ ആയിരിക്കും. ആ ലാസ്റ്റ് നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത് ഏത് തന്നെ ആയിരിക്കും? നാച്ചുറൽ നമ്പറിൻ്റെ കേസിൽ ടോട്ടൽ നമ്പർ ഓഫ് നമ്പേഴ്സ് ആഡഡ്, ആഡ് ചെയ്യുന്ന നമ്പേഴ്സിൻ്റെ മൊത്തം എണ്ണമായിരിക്കും ഇവിടെ n എന്ന് പറയുന്നത്. സെൻറ്റൻസ് ആയിട്ട് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ദ സം ഓഫ് എനി നമ്പർ ഓഫ് കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് സ്റ്റാർട്ടിംഗ് വിത്ത് 1 ഈസ് ഹാഫ് ദ പ്രോഡക്റ്റ് ഓഫ് ദ ലാസ്റ്റ് നമ്പർ ആൻഡ് ദ നെക്സ്റ്റ് നാച്ചുറൽ നമ്പർ. ഇവിടെ ലാസ്റ്റ് നമ്പർ ആൻഡ് നെക്സ്റ്റ് നാച്ചുറൽ നമ്പർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ലാസ്റ്റ് നമ്പർ n ആണെങ്കിൽ നെക്സ്റ്റ് നമ്പർ എന്തായിരിക്കും? n പ്ലസ് 1 ആയിരിക്കും അല്ലേ? ഇപ്പം ലാസ്റ്റ് നമ്പർ ഞാൻ 50 ആണെങ്കിൽ നെക്സ്റ്റ് നമ്പർ 50 പ്ലസ് 1 51 ആയിരിക്കും. ലെറ്റ് us say how to find the sum of consecutive even numbers. തുടർച്ചയായ ഇരട്ട സംഖ്യകളുടെ തുക എങ്ങനെയാണ് കാണുന്നതെന്ന് നോക്കാം. We can take it 2 common from all this. 2 പൊതുവായ ഫാക്ടർ ആണ്, അതുകൊണ്ട് 2 we can take out of the bracket. From 2 2 taken 1, from 4 2 taken out of the bracket, here 2 comes, from 6 2 taken 6 by 2 3 plus etc up to n. And again what is this? This is sum of consecutive natural numbers, and we learned the formula as n into n plus 1 by 2. These two get cancelled, n into n plus 1. So this is the formula to find the sum of consecutive even natural numbers. Even natural numberന്റെ സം കാണാനുള്ള ഫോർമുല ഇതാണ്. ഇവിടെ n എന്തായിരിക്കും? n ലാസ്റ്റ് നാച്ചുറൽ നമ്പർ നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ? പിന്നെ എന്തായിരിക്കും n? n is the total number of numbers added. ആഡ് ചെയ്യുന്ന നമ്പേഴ്സിന്റെ എണ്ണമായിരിക്കും. n is total number of even numbers added. എത്ര ഇവൻ നമ്പർ ആണോ നമ്മൾ ആഡ് ചെയ്യുന്നത് അതായിരിക്കും n. even numbers added. In your textbook in page number 31, a formula is given to find the sum of consecutive odd numbers starting from 1. അത് ഇതാണ്. odd numbers sum 1 plus 3 plus 5 plus etc is n square. അതായത് ഒന്നിൽ തുടങ്ങി തുടർച്ചയായ ഓഡ് നമ്പേഴ്സിന്റെ സം കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? എത്ര നമ്പറാണോ ആഡ് ചെയ്യേണ്ടത്, ആഡ് ചെയ്യേണ്ട നമ്പേഴ്സിന്റെ എണ്ണത്തിന്റെ സ്ക്വയർ. അതായത് ഇപ്പം നമുക്ക് ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദ സം ഓഫ് 10 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് സ്റ്റാർട്ടിങ് ഫ്രം 1 ആണെങ്കിൽ എത്ര ഓഡ് നമ്പറാണ് ആഡ് ചെയ്യേണ്ടത്? 10 ആയിരിക്കും. അപ്പോൾ 10ന്റെ സ്ക്വയർ എടുത്താൽ മതി. വേർ n is the number of odd numbers added. ആഡ് ചെയ്യേണ്ട ഓഡ് നമ്പറിന്റെ എണ്ണമായിരിക്കും n എന്ന് പറയുന്നത്. സം ഓഫ് കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് സ്റ്റാർട്ടിങ് ഫ്രം 1 is the square of the number of odd numbers added. നമ്മൾ ഇതുവരെ പഠിച്ചത് നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ്, ഇവൻ നമ്പറിന്റെ സമ്മ്, അല്ലെങ്കിൽ ഓഡ് നമ്പറിന്റെ സമ്മ്. ഇതെല്ലാം അരിത്തമെറ്റിക് സീക്വൻസ് തന്നെയാണല്ലേ? നാച്ചുറൽ നമ്പേഴ്സ് ആർ അരിത്തമെറ്റിക് സീക്വൻസ് ഉള്ളി. അതുപോലെ തന്നെ ഇവൻ നമ്പറും ഓഡ് നമ്പറും എല്ലാം തന്നെ അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഇതിൻ്റെ എല്ലാം സമ്മ് കാണാനായിട്ടുള്ള ഫോർമുല നമ്മൾ പഠിച്ചു. ഏതൊരു അരിത്തമെറ്റിക് സീക്വൻസിലും പൊതുവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫോർമുലയാണ് അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത്.
നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 32 ഈ ഫോർമുല എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഫോർ ദ അരിത്തമെറ്റിക് സീക്വൻസ്, AP എന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ മീൻസ് അരിത്തമെറ്റിക് സീക്വൻസ് ഉള്ളി an plus b, the sum of the first n times is given by x1 plus x2 plus etc. up to xn is a into n plus 1 by 2 plus bn. In earlier classes, you learned that any arithmetic sequence is of the form an plus b. ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ജനറൽ ഫോം an പ്ലസ് ബി ആണെന്ന് മുമ്പുള്ള ക്ലാസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഏതൊരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെയും ഫസ്റ്റ് n ടൈംസിൻ്റെ സമ്മ് കാണാനായിട്ട് നമുക്ക് ഈ ഫോർമുല ഉപയോഗിക്കാം. a ഇൻറ്റു n പ്ലസ് 1 ബൈ 2 പ്ലസ് ബി എൻ. ഇവിടെ a എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കോമൺ ഡിഫറൻസ് ആയിരിക്കും. b ഫസ്റ്റ് ടേമിൽ നിന്ന് കോമൺ ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്ത് കിട്ടുന്നതായിരിക്കും b എന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. A is the common difference and B is first time minus common difference. But in most of the cases, we make use of another formula to find the sum. That is very important formula given by sum of first n times of an arithmetic sequence is n by 2 into first term plus last term. Very important formula. Sum of first n times of an arithmetic sequence given by n by 2 into first term plus last term. This can be written as n by 2 into first term if I take as x1 and last term if I take as xn. The formula becomes like this. Sum of first n times of an arithmetic sequence n by 2 into x1 plus xn. പേജ് നമ്പർ 35 ഫസ്റ്റ് മെയിൻ്റെ 4th ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസ് ടു ഫൈൻഡ് ദ സം ഓഫ് ദ ഫസ്റ്റ് 25 ടേംസ് ഓഫ് ദിസ് അരിത്തമെറ്റിക് സീക്വൻസ്. ലെറ്റ് us try to do this. ഇവിടെ n എന്താണ്? n ഈസ് എത്ര ടേമിൻ്റെ സമ്മാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ സം ഓഫ് ഫസ്റ്റ് 25 ടേംസ്. സോ n ഈസ് 25 ആൻഡ് ഹിയർ കോമൺ ഡിഫറൻസ് second term minus first term 28 minus 90. 9 is the common difference. ഇവിടെ ഫസ്റ്റ് ടേം x1 19 ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ലാസ്റ്റ് ടൈം ആണ്. ആദ്യത്തെ 25 ടൈമിൻ്റെ സമ്മാണ് കാണണ്ടേ അല്ലേ? അപ്പം ലാസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഏതായിരിക്കും? x25 ആയിരിക്കും. എന്ത് ടൈം കാണാനുള്ള ഫോർമുല നമുക്ക് യൂസ് ചെയ്യാം. nth term of an AP is given by f plus n minus 1 into d. First term is 19. n 25 ആണ് n. 25 minus 1 into common difference is 9. So 19 plus 24 into 9. 19 plus 24 into 9. 216. Then we get 235. This is 25th term of this sequence. That is the last term of this sequence. Now let us find the sum. Sum of first 25 terms given by n by 2 into x1 plus ലാസ്റ്റ് ടൈം x25. ആദ്യത്തെ 25 ടൈമിൻ്റെ സമ്മാണ് കാണേണ്ടത്. അതുകൊണ്ട് ലാസ്റ്റ് ടൈം 25ാമത്തെ ടൈം ആയിരിക്കും. ഫസ്റ്റ് ടൈം ഈസ് 19 പ്ലസ് 25th ടൈം 25ാമത്തെ ടൈം 235 ആയിരിക്കും. സോ വി ഗെറ്റ് 25 by 2 into 19 plus 235 254. 254 and 2 divide 127 we get. Then 25 multiply with 127. You get 3175. So this is the sum of first 25 terms of this arithmetic sequence. അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്ന സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: What is the difference between sum of the first 20 terms
and next 20 terms of the arithmetic sequence 6, 10, 14, etc. അതായത് ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ആദ്യത്തെ 20 ടേമിന്റെ സമ്മും അടുത്ത 20 ടേമിന്റെ സമ്മും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കണം. എനിക്കിങ്ങനെ എഴുതാം, x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര അപ് ടു x20. ഇതായിരിക്കും ആദ്യത്തെ 20 ടേമിന്റെ സമ്മ്. 20 ടേം കഴിഞ്ഞ് നെക്സ്റ്റ് 20 ടേംസിന്റെ സമ്മും കണ്ടുപിടിക്കണം അല്ലെ. ഇപ്പൊ 20 കഴിഞ്ഞ് അടുത്ത ടേം വരുന്നത് 21ാമത്തെ ടേം ആയിരിക്കും. 21ാമത്തെ ടേം തൊട്ട് അടുത്ത 20 ടേം എന്ന് പറയുമ്പോൾ എത്ര വരെ വരും? 40ാമത്തെ ടേം വരെ, x40 വരെ വരും. അതായത് ഈ സീക്വൻസിന്റെ ആദ്യത്തെ 20 ടേമിന്റെ സമ്മിന്റെയും അടുത്ത 20 ടേമിന്റെ സമ്മിന്റെയും ഡിഫറൻസ് കണ്ടുപിടിക്കണം. ആദ്യം നമുക്ക് ആദ്യത്തെ 20 ടേമിന്റെ സമ്മ് കണ്ടുപിടിക്കണം. കൺസിഡർ ഫസ്റ്റ് 20 ടേംസ്. ആദ്യത്തെ 20 ടേം കൺസിഡർ ചെയ്യുമ്പോൾ ഒന്നാമത്തെ ടേം x1 എന്തായിരിക്കും? x1 6 ആണ്. അതുപോലെ തന്നെ 20ാമത്തെ ടേം x20. എന്ത് ടേം കാണാനുള്ള ഫോർമുല അപ്ലൈ ചെയ്യുക? f പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. ഫസ്റ്റ് ടേം 6 പ്ലസ് n ഈസ് 20 മൈനസ് 1 ഇൻറ്റു, ഇവിടെ കോമൺ ഡിഫറൻസ് എത്രയായിരിക്കും? കോമൺ ഡിഫറൻസ് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം 10 മൈനസ് 6 4 ആയിരിക്കും. ഇൻറ്റു 4 6 പ്ലസ് 20 മൈനസ് 1 19 ഇൻറ്റു 4 6 പ്ലസ് 76 ആയിരിക്കും. 82 ഈസ് 20th ടേം. 20ാമത്തെ ടേം 82 ആയിരിക്കും. Now let us find the sum of first 20 terms. Sum of first 20 terms given by n by 2 into first term plus last term. ഇവിടെ ആദ്യത്തെ 20 ടേമിന്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ലാസ്റ്റ് ടൈം ഏതായിരിക്കും? 20ാമത്തെ ടൈം ആയിരിക്കും, x20. n by 2 n 20 ആണ്. x1 ഫസ്റ്റ് ടൈം 6, 20ാമത്തെ ടൈം 82 എന്ന് കിട്ടി. 20 by 2 is 10 into 6 plus 82 88. So 880 is sum of first 20 terms. ഇനി അടുത്ത 20 ടേമിന്റെ സം കണ്ടോ അല്ലേ? If we consider next 20 terms, അടുത്ത 20 ടേംസ് കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ ഫസ്റ്റ് ടേം ഏതായിരിക്കും? അതായത് അടുത്ത 20 ടേം കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ ഫസ്റ്റ് ടേം അത് 21ാമത്തെ ടേം ആയിരിക്കും അല്ലേ? ആദ്യത്തെ 20 ടേമിന്റെ സം നമ്മൾ കണ്ടു. ഇനി അടുത്ത 20 ടേം കൺസിഡർ ചെയ്യുവാണ്. അപ്പോൾ അതിന്റെ ഫസ്റ്റ് ടേം 21ാമത്തെ ടേം ആയിരിക്കും, x21 ആയിരിക്കും. ഈ 21ാമത്തെ ടേം കാണാൻ എന്ത് ചെയ്താൽ മതി? 20ാമത്തെ ടേമിന്റെ കൂടെ കോമൺ ഡിഫറൻസ് ഒരു തവണ ആഡ് ചെയ്താൽ മതിയല്ലോ അല്ലേ? 20ാമത്തെ ടേം 82 ആണ്. കോമൺ ഡിഫറൻസ് 4. 82 പ്ലസ് 4 86 ഈസ് 21st ടേം. ഇനി അടുത്ത 20 ടേം കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ ലാസ്റ്റ് ടേം ഏതായിരിക്കും? 40ാമത്തെ ടേം ആയിരിക്കും. അപ്പോൾ x40 കണ്ടുപിടിക്കണം. x40 f പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. ഫസ്റ്റ് ടൈം ലാസ്റ്റ് 20 ടൈംസിന്റെ സമ്മാണ് കണ്ടുപിടിക്കുന്നത്. അവിടെ ഫസ്റ്റ് ടൈം 86 ആണ്. n സം ഓഫ് 20 ടൈംസ് ആണ്. അപ്പോൾ n 20 എന്ന് കൊടുക്കാം. കോമൺ ഡിഫറൻസ് 4. 86 പ്ലസ് 19 ഇൻറ്റു 4 86 പ്ലസ് 76 162 is the 40th term. So we can get sum of last 20 terms. Sum of last 20 terms given by n by 2 into
ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ഇവിടെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 21ാമത്തെ ടേം ആയിരിക്കും, ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് 40ാമത്തെ ടേം ആയിരിക്കും, x40 ആയിരിക്കും. n is 20/2 ഇൻറ്റു 21ാമത്തെ ടേം നമുക്ക് കിട്ടി 86 കിട്ടി. 40ാമത്തെ ടേം 162. 10 into 248. So 2480 is sum of last 20 terms. Question is to find the difference between the sum of first 20 terms and last 20 terms. So the difference is we got the sum of last 20 term as 2480 and the sum of first 20 term is 880. So difference between these two is 1600. This is the answer. Hope that you understood today's class. Contact me if you have any doubt. Okay, bye. Let us see in next class.